ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു സൗന്ദര്യമാണ് ജുഡീഷ്യറി. ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ഉള്ളതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പിരമിഡിലെ ട്രയാങ്കിളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജുഡീഷ്യറി. എന്നാൽ അതിനെ 4 കാലാക്കി മീഡിയ കൂടെ ഫോർത്ത് എസ്റ്റേറ്റിനെ കൂടെ നമ്മൾ വച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ. ആ ജുഡീഷ്യറിയിൽ ചെന്ന് അവസാന വാക്കാണ് ഏതൊരു മനുഷ്യൻ്റെയും അവസാനത്തെ ആശ്രയം ജുഡീഷ്യറിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ദൈവമേ ഉള്ളൂ. ആ ജുഡീഷ്യറിയിൽ നിന്ന് ചില സമയത്തെങ്കിലും പൊതുബോധത്തിന് അവബോധമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുബോധത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ചില വിധികൾ വരാറുണ്ട്. പൊതുബോധത്തിന് അവമതിപ്പുണ്ടാക്കുന്ന വിധികൾ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ ജാനകി ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള JSK എന്ന് പറയുന്ന സിനിമ ഉയർന്നു നിൽക്കും. അതിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട്, കോടതിയിൽ മകളോട് പറയുന്നുണ്ട്, കോടതിയിൽ തെളിവുകൾ സംസാരിക്കും, സത്യം ഒളിഞ്ഞിരിക്കും. തെളിവുകൾ സംസാരിക്കും, സത്യം ഒളിഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതിനോട് ഒരു തിരുത്ത്. കോടതിയിൽ വിജയിക്കുന്നത് തെളിവുകൾ തന്നെയാണ്. പക്ഷേ അത് തെളിവുകൾ വിജയിക്കുമ്പോൾ അസത്യമാണ് വിജയിച്ചിട്ടുള്ളതെങ്കിൽ, ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകളാണ് അവിടെ വിജയിച്ചിട്ടുള്ളതെങ്കിൽ, സർക്കാർ വെക്കുന്ന പ്രോസിക്യൂഷനും അതുപോലുള്ള ആളുകളും പണത്തിന് പിന്നാലെ പോയി അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ, കോടതിയിൽ ആരെല്ലാം ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ അവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന തത്വശാസ്ത്രം പ്രയോഗിക്കത്തിൽ ഉണ്ടെങ്കിൽ, മദ്യത്തിനും മദിരാക്ഷിക്കും സ്ത്രീക്കും പണത്തിനും പൊന്നിനുമൊക്കെ വേണ്ടി ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഏതെങ്കിലും നിലവാരത്തിലോ സമയത്തോ, അത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും മുകളിലേക്ക് പോകുന്ന കോടതി സംവിധാനം വരെയുള്ള ഇടങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടാകാവുന്ന ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഫാബ്രിക്കേറ്റഡായ തെളിവുകൾ വരുമെങ്കിൽ സത്യം മറഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്, നിഴൽ പോലെ എണീറ്റ് നിൽക്കും. ആ സത്യത്തിന് ഒരു തലമുടി നാരിഴയുടെ അല്ലെങ്കിൽ ഒരു നഖത്തിൻ്റെ, ഒരു വിരലിൻ്റെ ഒരു നഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കണത്തിൻ്റെ ഒരു കണിക മാത്രം മതിയായിരിക്കും. സത്യത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ അത് രത്നം പോലെ വിളങ്ങുക തന്നെ ചെയ്യും. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, ദിലീപിൻ്റെ കേസ്, ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു. കാരണം ദിലീപ് ഒരു പ്രേരണയുമില്ലാതെ എന്തിനാണ് പൾസർ സുനിയും ബാക്കി 6 പേരും ഈ കുറ്റം ചെയ്തത്? കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുകയും കുറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നടനെ, ദിലീപിനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ബാക്കി 6 പേർ ഈ തെറ്റ് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് കൂടി കോടതി ഉത്തരം പറയണം. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ദൗർബല്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഞാൻ നിയമം പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ദൗർബല്യം, മഹാത്മാഗാന്ധിജി ഒരവസരത്തിൽ പറഞ്ഞു, കോടതിയിൽ കള്ളം പറയേണ്ടി വരും, കള്ളത്തിന് വലിയ സത്യമാകുന്ന ഇടമാണ് കോടതി, അതുകൊണ്ട് ഞാൻ കോടതിയിലേക്കില്ല എന്ന്, കോട്ട് ഞാൻ ഊരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞതായി ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് വന്നാൽ അത് തെളിവില്ലാതെ പ്രതികൾ രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കി തെളിയിക്കാനുള്ള ഓർഡർ കൂടി ഇടണ്ടേ? ആരാണ് പിന്നെന്തിനാണ് പൾസർ ഇത് ഈ വിഷയത്തിൽ വന്നാൽ പൾസർ സുനി അടക്കമുള്ള ആളുകൾ ദിലീപിനെ വെറുതെ വിടുമ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവ് കൂടി കോടതി ഇടണ്ടേ? അല്ലെങ്കിൽ സംഭവിക്കുന്നത്, തെറ്റ് ചെയ്തവർ ആരായാലും, ദിലീപായാലും മറ്റൊരാളായാലും, അവർ രക്ഷപ്പെട്ട് നിൽക്കുന്നു. ചെയ്തവർ, ഈ നേരിട്ട് കൃത്യത്തിൽ ഇടപെട്ടവർ ശിക്ഷ വാങ്ങുന്നു, ചെയ്യിച്ചവർ ആരായാലും അവർ രക്ഷപ്പെടുന്നു. അപ്പോൾ കോടതി ദിലീപിനെ 8ാം പ്രതിയെ വെറുതെ വിട്ട്, തെളിവില്ല എന്ന് വെറുതെ വിട്ടിട്ട് ബാക്കി പൾസാർ സുനി അടക്കമുള്ള 6 പേരെ ശിക്ഷിക്കുമ്പോൾ അവരെ ഇത് ചെയ്യിക്കാനുള്ള മോട്ടിവേഷൻ ആരാണ്, എവിടെ നിന്നാണ് ഇത് ചെയ്യാൻ, ആരാണ് ചെയ്യിച്ചതെന്ന് അറിയാൻ പൊതുസമൂഹത്തിന് ബാധ്യതയില്ലേ, അല്ലെങ്കിൽ അവകാശമില്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ പൊതുസമൂഹം ആരെന്ന് കൂടി നമ്മൾ അറിയണം. ഓഫീസിൽ പോകുമ്പോഴാണ് നമ്മൾ ഓഫീസർ, ചേംബറിലിരിക്കുമ്പോഴാണ് ജഡ്ജി, ചേംബറിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അതും ഈ പൊതുജനത്തിൽ വരും. ആ പൊതുജനത്തിൻ്റെ പൊതുബോധത്തിൽ
അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ വക്കീലന്മാരോ എല്ലാവരും ഗൗൺ അഴിക്കുമ്പോൾ അവർ പൊതുജനമാകും. ആ പൊതുജനത്തിന്റെ പൊതുബോധത്തിന് ധാർമ്മികതയുള്ള ചില ഉത്തരങ്ങൾ കിട്ടാതെ വരുന്ന വിധികൾ വരുമ്പോൾ സത്യം എന്തു ചെയ്യപ്പെടുന്നു, കുഴിച്ചു മൂടുന്നു എന്ന് പറയാൻ കഴിയില്ല. കാര്യം സത്യത്തെ അങ്ങനെ കുഴിച്ചു മൂടാൻ കഴിയില്ല, അതിങ്ങനെ ഉയർന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കേസിൽ ഈ വിചാരണ കോടതിയിൽ ബാലചന്ദറിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന് കിഡ്നിയുടെ അസുഖം വന്നു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ദൈവത്തിന്റെ സ്പർശമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വന്നു എന്ന് പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിന് മുമ്പത്തെ റിപ്പോർട്ടർ ചാനൽ, അതായത് നികേഷ് കുമാർ നടത്തിയിരുന്ന റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. ഈ ബാലചന്ദറിന്റെ മൊഴി ബ്രേക്ക് ചെയ്യുകയും നികേഷ് കുമാർ വളരെ വലിയ ഒരു സത്യസന്ധനായ മാധ്യമ പ്രവർത്തകനായി നിന്നതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി വല്ലാതെ വർത്തമാനം പറഞ്ഞു. പക്ഷേ അതിനും റിസൾട്ട് ഉണ്ടായില്ല. വിചാരണ കോടതി വലിയൊരു തടസ്സമായി നിൽക്കുന്നു എന്നൊരു തോന്നൽ ഇവിടെ വന്നു. ആ തോന്നൽ ഇപ്പം മാറിയിട്ടുണ്ട്. അവിടെ കൊടുത്ത നമ്മുടെ ഈ പെൻ ഡ്രൈവുകളും അതുപോലെ സിം കാർഡുകളും ഒക്കെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയും അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള ആക്ഷേപം ഇപ്പോഴും സമൂഹത്തിൽ നിൽപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം നിൽക്കുമ്പോൾ ദിലീപ് രക്ഷപ്പെട്ടു, പുറത്തു വരും. പക്ഷെ പുറത്തു വരുമ്പോഴും സത്യത്തിൻ്റെ കണിക മറ്റൊന്നാണെങ്കിൽ നമുക്കറിയില്ല, മറ്റൊന്നാണെങ്കിൽ അല്ലെങ്കിൽ ആരാണ് ഈ പൾസാർ സുനി അടക്കമുള്ള 6 പേരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് അറിയാൻ പൊതുജനങ്ങൾക്കും പൊതുസമൂഹത്തിനും അവകാശമുണ്ട്. അതാരുടെയും വ്യക്തിപരമായ അവകാശമല്ല, അതിജീവിതയോടൊപ്പം ചേർന്ന് നിൽക്കലുമല്ല. അതിജീവിതയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനുള്ള വേറെ കാരണങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ഒരു പൊതുബോധത്തിൻ്റെ കാര്യമാണ്, നമ്മുടെ പൊതുസമൂഹത്തിന് അറിയേണ്ടുന്നൊരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അതിജീവിതയുടെ കാര്യത്തിൽ സംഭവിച്ചത്, ആരുടെ പ്രേരണ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ? അങ്ങനെ ഏതെങ്കിലും ഒരു മോട്ടിവേറ്റർ ദിലീപ് അല്ല എന്നിപ്പോൾ കോടതി പറയുകയാണോ? അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തതിന് തെളിവില്ല എന്ന് പറയുകയാണോ? അങ്ങനെ തെളിവില്ലെങ്കിൽ ഉണ്ടായ തെളിവ് നശിപ്പിച്ചതാണോ? അതോ കൃത്യമായി കേസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ മോൾഡ് ചെയ്ത് വരുമ്പോൾ ദിലീപ് രക്ഷപ്പെട്ടതാണോ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച്? ഇനി ദിലീപ് അല്ല ഇത് ചെയ്തതെങ്കിൽ മറ്റാരാണ് ദിലീപിന് വേണ്ടിയിട്ടുള്ള ഈ കൊട്ടേഷൻ കൊടുത്തത്? ഇനി അങ്ങനെ ഒരാളില്ലെങ്കിൽ ദിലീപിനെയും മഞ്ജു വാര്യരെയും കാവ്യ മാധവനെയും അതുപോലെ തന്നെ ഈ അതിജീവിതയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ അന്തചിത്രമുണ്ടാകാൻ, ദിലീപ് എന്ന വ്യക്തിയെ തകർക്കാൻ, ദിലീപ് എന്ന ബിംബത്തെ തകർക്കാൻ, സിനിമാ ലോകത്തെ അതികായകനെ തകർക്കാൻ മറ്റാരുടെയെങ്കിലും കൊട്ടേഷനാണോ? ഇത് ചർച്ച ചെയ്യണ്ടേ? ആരുടെ കൊട്ടേഷനാണ് പൾസാർ സുനി എടുത്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ സത്യത്തിന്റെ ഒരു അംശം, ഒരു കണം, ഒരു നിലാവ് എത്ര ഇരുട്ട് വന്നാലും അതിന് ഇടയിൽ ഒരു വെള്ളി നക്ഷത്രമായി ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് വിചാരണ കോടതി കൊണ്ട് ഇത് തീർന്നിട്ടില്ല. ഇനിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോഴും ഒരു ചോദ്യം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഒരാൾ 40-ാം വയസ്സിൽ കേസ് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ 60-ാം വയസ്സിൽ വേറൊരു കോടതി വിധി വന്നാൽ എന്തിനാ വിധി? കാരണം 60 വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ വയസ്സുകാലത്ത് എന്ത് വിധി? കിട്ടേണ്ടത്, നീതി ലഭിക്കേണ്ടത് സമയത്തിനാണ്. ഇരകൾക്ക് ആയിട്ടുള്ളവർക്ക്, അതിജീവിതകൾക്ക് സമയത്തിന് നീതി ലഭിക്കണമെന്ന് പറയുമ്പോൾ തന്നെ സമയത്തിന് ശിക്ഷയും കൊടുക്കണ്ടേ? എപ്പോഴെങ്കിലും നീതി കിട്ടിയാൽ മതിയോ എന്നൊരു ചോദ്യമാണ് ദിലീപിൻ്റെ ഈ കേസ് പൊതുസമൂഹത്തിൽ ഉയർന്നിൽക്കുന്നത്. ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതല്ല. അങ്ങനെ വെറുതെ വിട്ടത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകിയാണ് ദിലീപിന് എന്തെങ്കിലും ശിക്ഷ ഇനി ഏതെങ്കിലും മേൽക്കോടതിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയത് കൊണ്ട് അതിജീവിതയ്ക്ക് സന്തോഷിക്കാം, പൊതുസമൂഹത്തിനും സന്തോഷിക്കാം. പക്ഷേ അതാണ് ഏറ്റവും വലിയ ഡ്രാഗ് ചെയ്തു പോയി എന്നുള്ളൊരു നീതികേട്. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരാൾ തെറ്റ് ചെയ്താൽ സമയബന്ധിതമായി അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഇനി വരുമായിരിക്കും. പരുന്തിന് മുകളിൽ, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ഇടത്തു നിന്ന് മാറി പരുന്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ പണത്തിൻ്റെ മുകളിലേക്ക് പരുന്ത് കൂടി പറക്കുന്ന, ആ പരുന്തെന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു പരുന്ത് പറക്കുന്ന ഒരു കാലമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്.